ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. കുറേ ദിവസമായി ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇന്ന് സ്കൂളിലൊരു ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു ഡെയിലി വ്ളോഗ് എടുക്കാമെന്ന്. പിന്നെ നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സ് അടിച്ചുവിട്ടാൽ കുറേ നാളത്തെ പ്രയത്നം എന്നൊന്നും പറയില്ല. യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഞാൻ കുറച്ച് ആക്റ്റീവായിരുന്നു. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ഡൗൺ ആയിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും ആക്റ്റീവായപ്പോൾ പെട്ടെന്ന് തന്നെ 1K ആയി. ഭയങ്കര സന്തോഷം. അപ്പോൾ രാവിലെ ഇതാ നല്ല മഴയുണ്ട്. നേരത്തെ നല്ല എണീറ്റത് ഞാൻ 5:30 എണീറ്റുള്ളൂ. ഇന്ന് പണിക്കാരൊക്കെ ഉണ്ട്. പണിക്കാരെന്ന് പറഞ്ഞാൽ പറമ്പിലെ പണിയാണ് കേട്ടോ. പറമ്പിലെ പുല്ലൊക്കെ എന്താ പറയുക പറിച്ച് കളഞ്ഞ് തെങ്ങിനും വാഴയ്ക്കൊക്കെ നമ്മൾ തടടക്കില്ലേ, അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇന്ന് പണിക്കാർ വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറമ്പിൽ നിന്ന് ഇതുപോലെ കളച്ചപ്പോൾ കിട്ടിയ കൊള്ളിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കൊള്ളിപ്പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ കൊള്ളി ഇതുപോലെ തേങ്ങയും ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ പണിക്കാർക്കാണെങ്കിൽ തലേദിവസത്തെ മീൻകറിയുണ്ട്. അപ്പോൾ അതും കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ അതാ 2 അടുപ്പും കത്തിച്ച് തന്നിട്ട് പോട്ടാ. ഒരടുപ്പിൽ ചോറും വെച്ചിരിക്കുന്നുണ്ട്, ഒരടുപ്പിൽ നമ്മൾ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇവിടെ പൂളക്കിഴങ്ങ് എന്നായിട്ട് കൂടുതലും പറയുക, പൂളക്കിഴങ്ങ്. അപ്പോൾ കൊള്ളി ഈ സംഭവം ഉണ്ടല്ലോ കൊണ്ടുവന്നപ്പോൾ ഭയങ്കര മണ്ണായിരുന്നു. അപ്പോൾ ഞാനത് ഓരോന്നെടുത്ത് നന്നായിട്ട് കഴുകിയിട്ടാണ് തോലൊക്കെ കളഞ്ഞിട്ട് നുറുക്കിയത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ നന്നായിട്ട് ഒന്നുകൂടി വെള്ളത്തിലൊക്കെ തിരുമ്പി കഴുകിയിട്ട, കാരണം മണ്ണെങ്ങനെ കടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് നന്നായിട്ട് കഴുകിയെടുത്തത്. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. 7 മണി ആകുമ്പോഴേക്കും ഒരു 7:15 ആകുമ്പോഴേക്കും കംപ്ലീറ്റ് പണി കഴിഞ്ഞാലാണ് പൊന്നൂനും ലച്ചുനും ഉണർത്തിയിട്ട് പിന്നെ അവർ കുളിച്ച് ഡ്രസ്സൊക്കെ മാറും, മുടി കെട്ടി കൊടുക്കണം. അപ്പം ഞാൻ കുക്കറിലാണ് കൊള്ളി ഇട്ടിട്ട് ഒരു 4 വിസിൽ കൊള്ളി വെന്ത് കിട്ടും. അപ്പോൾ ഉപ്പും പച്ചമുളകും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് കുക്കർ അടുപ്പത്ത് വെക്കാം. അപ്പോൾ തലേ ദിവസം എന്താണ് ഉപ്പേരിക്കും കറിക്കൊക്കെ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പൊന്നു പറഞ്ഞത് പച്ചപ്പയർ ഉപ്പേരി വെച്ചാൽ മതി എന്നാണ് കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ പച്ചപ്പയർ അധികം ഉണ്ടായിരുന്നില്ല, കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഉണക്കപ്പയറും കുറച്ച് കായും കൂടി അരിഞ്ഞിട്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണക്കപ്പയറും കായും കൂടി അടുപ്പത്തിട്ടിട്ട് ഞാൻ പച്ചപ്പയർ വറുത്തിടുകയാണ് കേട്ടോ. വെളുത്തുള്ളി ഉള്ളി ഒക്കെ ഇട്ടിട്ട് കടുക് പൊട്ടിച്ച് കടുകിലേക്ക് എന്താ പറയുക പച്ചപ്പയറിട്ടിട്ട് കുറച്ചുണ്ടായിരുന്നുള്ളൂ. അത് അതിൽ തന്നെ വേവിച്ചെടുത്തിട്ട് പിന്നെ ഉണക്കപ്പയറും വേവിച്ചതും കായും കൂടി ഇട്ടിട്ടാണ് ഒന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നത്. അങ്ങനെ കപ്പ 4 വിസിലൊക്കെ അടിച്ചു, നന്നായിട്ട് വെന്ത് കിട്ടി. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പിള്ളേർക്ക് മാത്രമായിട്ട് വറുത്ത് വെച്ചു കേട്ടോ. അതായത് തേങ്ങയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെച്ചു, കാരണം അവർക്ക് അധികം എരിവായി കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ ബാക്കിയുള്ളവർക്ക് കുറച്ച് എരിവായിട്ട് വേണം. അപ്പം ഞാൻ പിള്ളേർക്കുള്ളത് ആദ്യം റെഡിയാക്കി വെച്ചു. പിന്നെ ഇന്ന് പൊന്നിന് ഒരു ഓംലെറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊന്നിനും ലച്ചുവിനും അവരുടെ ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തേക്കാനാണ്. അപ്പോൾ ഒരു ഓംലെറ്റും വേഗം റെഡിയാക്കി. അങ്ങനെ വേഗം തന്നെ അവർക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേഗം തന്നെ ആക്കിയിട്ടാണ്. ഇപ്പോൾ രാവിലെ നല്ല തണുപ്പും മഴയൊക്കെയല്ലേ, പോയി വിളിച്ചാലേ 2 പേര് എണീക്കുള്ളൂ കേട്ടോ. ഞാൻ വിളിച്ചില്ലെങ്കിൽ അവിടെ കിടക്കും, പിന്നെ അവിടെ നിന്ന് എണീക്കലൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവരെനക്കുള്ള കുളിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായി ചൂടുവെള്ളത്തിലാണ് കുളിക്കുക, ഇല്ലെങ്കിൽ കുളിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അത് ഒഴിച്ചിട്ട് ബക്കറ്റിലെടുത്ത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മേലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അത്ര തിളച്ച വെള്ളമൊന്നും ഇല്ല കേട്ടോ. എന്നാൽ ആ തണുപ്പൊന്ന് വിട്ട് കഴിഞ്ഞാൽ ചെറിയ ഒരു ഇളം ചൂടോട് കൂടിയിട്ട് മേല് കഴുകുക ചെയ്യുള്ളൂ. വന്നിട്ടാണ് പിന്നെ തലയൊക്കെ ഈരിയിട്ട് അവർ ഹെയർ വാഷൊക്കെ ചെയ്യുള്ളൂ. രാവിലെ മേല് കഴുകിയിട്ടാണ് പോവാറ്.
ഇപ്പം പിന്നെ ഹെയർ സ്റ്റൈല് പോണി ടെയിലായ കാരണം അങ്ങനെ മുടി ഹെയർ വാഷ് ചെയ്താലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഞങ്ങൾ രാവിലെ ഇപ്പോൾ ഈ തണുപ്പ് ഇതൊക്കെ ആയ കാരണം അങ്ങനെ കഴുകാറില്ല, വന്നിട്ടാണ് കഴുകാറ്. പിന്നെ ചോറ് വന്നപ്പോൾ ദാ അമ്മ ചോറിൽ കുറച്ചും കൂടി വെള്ളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് പിന്നെ അത് വാർക്കാൻ പോവാട്ടാ. എൻ്റെ വീട്ടിലൊക്കെ ചോറ് ഊറ്റുക ചെയ്യുക, ഇവിടെ വന്നപ്പോഴാണ് വാർക്കാനൊക്കെ പഠിച്ചത്. എന്നാലും കുറേ ചോറ് വയ്ക്കുമ്പോൾ അമ്മ തന്നെയാണ് വാർക്കാറ്. അമ്മയ്ക്ക് ഞങ്ങൾക്ക് വാർക്കാൻ തരാൻ പേടിയാണ്. എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ വാർക്കാറുണ്ട് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വാർക്കണതാണ് ഏറ്റവും എളുപ്പം, അതാണ് ഏറ്റവും സുഖമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഇവരെ ടിഫിൻ ബോക്സൊക്കെ കഴുകിയിട്ട് ഞാൻ ഉള്ളിലത്തെ വെള്ളമൊക്കെ അങ്ങനെ തുടച്ചെടുക്കാൻ കേട്ടോ. ഇത് ഗുഡ് ഡേ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം നെസ്റ്റോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള നല്ല ടിഫിൻ ബോക്സാണ്. പിന്നെ അതായത് നമ്മുടെ കായും പയർ ഉപ്പേരിയായി. പിന്നെ പൊന്നൂന് അച്ചാർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു ഇളം പഴുപ്പുള്ള മാങ്ങ ഉപ്പും മുളകൊക്കെ പരട്ടിയിട്ട് വെയിലത്തിട്ട് വാടിയിട്ട് ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ. പിന്നെ അമ്പഴങ്ങപ്പലിട്ടത്, നമ്മുടെ കൊള്ളിപ്പുഴുക്ക്. പിന്നെ ഇതാ വെള്ളം ചൂടാറിയപ്പോൾ അത് ഇതാ കുപ്പിയിലാക്കുന്നുണ്ട്. പിന്നെ സ്നാക്കിന് പഴംപൊരിയും കൊള്ളി ചിപ്സുമാണ് കേട്ടോ വെച്ച് കൊടുത്തത്. ലച്ചന് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പൊന്നൂന് സ്നാക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ, മിസ്സ് കൊണ്ടുവരരുതെന്ന് പറഞ്ഞു. വലിയ പിള്ളേരൊക്കെ ആയില്ലേ. പിന്നെ കൊണ്ടുവരണം നിർബന്ധമുള്ളവർക്ക് മിസ്സിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരാം കേട്ടോ. അപ്പം ഞങ്ങൾ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്തു. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ഓരോരുത്തർക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ എനിക്ക് ടിഫിൻ ബാഗ്സ് സെയിം ആയ കാരണം എനിക്ക് എപ്പോഴും മാറിപ്പോവും. ചിലപ്പോൾ ലച്ചോന് അച്ചാർ വേണ്ടെന്ന് പറയും. അപ്പോൾ ഞാനിതൊക്കെ പാക്ക് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടി തുറന്ന് നോക്കും കേട്ടോ, പക്ഷേ ഏതിലാണ് അച്ചാർ വെച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട്. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തീർക്കാതെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എനിക്ക് കുളിച്ച് വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇങ്ങനെ അത്രയ്ക്ക് വിശപ്പുള്ള ടീംസൊന്നുമല്ല. അത് കാരണം കൊള്ളി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കഴിക്കാനൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ കുറച്ച് കഴിച്ചു, കുറച്ച് ബാക്കി വെച്ചിട്ട് പോയി. പിന്നെ ഏട്ടൻ കോക്കൂര അവരെ കൊണ്ടാക്കി. പിന്നെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഗേറ്റിൻ്റെ അവിടെ ഒരു വാഴക്കൊല ഇങ്ങനെ കുലച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു വാഴ അങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. അപ്പം അച്ഛന് രാവിലെ ആകുമ്പോൾ കാർ പോർച്ച് കഴുകാനുള്ള പണി ഉണ്ടായിരുന്നു. പിന്നെ വാഴക്കൊല വെട്ടിയിട്ട് അത് ചങ്ങരകുളത്ത് കൊണ്ടു കൊടുക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാറൊക്കെ നന്നായി തുടച്ച് അച്ഛൻ കഴുകി വൃത്തിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പണിക്കാർ വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അച്ഛൻ അങ്ങനത്തെ പരിപാടി ഡ്രോയിങ് ചെയ്യണം കേട്ടോ. എന്താ വരയ്ക്കണ്? വീടാ. തിരിച്ചു പിടിക്ക്. കളറാ? ഒന്ന് പുതിയ പേജ് എടുത്തോ. റെഡ് കളറാ? റെഡ് കളർമ നിക്ക്. അതല്ല, മുകളിൽ നിക്ക് റെഡ് കളർമ. ഇപ്പൊ മാഞ്ഞു പോവല്ലേ ചെയ്യുന്നു. എന്താണാവോ? ഞാനേ പനിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് ഒന്നുകൂടി കുളിക്കൂട്ടോ. കുളിച്ച് ഫ്രഷ് ആവും, എന്നാലും എനിക്കൊരു സുഖം കിട്ടുമല്ലോ. അപ്പം അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞു. നമ്മളിന്ന് പണിക്കാർ വരുന്നു വിചാരിച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചത്തെ ലഞ്ചും ഒക്കെ റെഡിയാക്കി. പക്ഷെ അവരിന്ന് വന്നില്ല. ഇന്ന് നല്ല വെയിലുള്ള ദിവസമായിരുന്നു. പണിയൊക്കെ പറമ്പിൽ തീർക്കാൻ പറ്റിയൊരു ദിവസമായിരുന്നു. പക്ഷെ അവർ വന്നില്ല. ഒരാൾക്ക് പനി, ബാക്കിയുള്ള ആൾക്കാർക്ക് എന്താ പറ്റിയാണാവോ, ബാക്കിയുള്ള ആൾക്കാർക്ക് എന്താ പറ്റിയാണോ അറിയില്ല. അപ്പോൾ ഇനി എന്താണ്, അമ്മ ചക്കക്കുരും മാങ്ങയും കൂട്ടിയിട്ട് കറി വയ്ക്കുന്നുണ്ട് കേട്ടോ. അമ്മ എല്ലാ ചക്കക്കുരും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എന്താ പറയുക, സിമ്പിൾ കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങക്കായയുടെ കൂടെ മുരിങ്ങക്കായും ചക്കക്കുരും, മുരിങ്ങയിലയും ചക്കക്കുരും, പിന്നെ ചക്കക്കുരും മാങ്ങയും ചക്കക്കുരും കയ്പ്പയ്ക്കും, അങ്ങനെ എപ്പോഴും ചക്കക്കുരുവിൻ്റെ കളിയാണ്. ഹേ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ എന്താ പറയുക
പൊന്നൂനും ലച്ചുവിനെയും വിളിക്കാൻ പോവാ അല്ലേ പറഞ്ഞേ? പൊന്നൂനും ലച്ചുവിനെയും വിളിക്കാൻ വേണ്ടി പോവാണ് സ്കൂളിലേക്ക്. അമ്മായിനെയും ടുട്ടോനെയും അക്കു ചേച്ചീനെയും. അച്ഛൻ 2:30 ആകുമ്പോ എത്താം, നിങ്ങൾ വേഗം റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2:30 കഴിഞ്ഞു, ഇതുവരെ അച്ഛൻ വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് കാണാം അല്ലേ? ഓക്കെ പറഞ്ഞേ. എങ്ങനെയുണ്ട്? ഇഷ്ടായില്ലേ? അക്കുന്റെ വീട്ടില് പോവാണോ? ആണ്. പാടം പാടം പാടം. ബ്ലൂമിംഗ് ബർഡ്സ് ബദാനി എത്തിട്ടോ. പിള്ളേരെ സ്കൂളിൽ നിന്ന് എടുത്തിട്ട് അക്കോനെയും ടുട്ടോനെയും പോയിട്ട് കൈപ്പറമ്പിൽ നിന്ന് എടുത്തിട്ട് വീക്കെൻഡ് അല്ല, അപ്പോൾ അവരെ വീട്ടിൽ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആക്ച്വലി പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് പൊന്നൂനെയും ലച്ചുവിനെയും അവരുടെ സ്കൂളിൽ നിന്ന് എടുത്തു. എന്നിട്ട് ഞങ്ങൾ പന്നിത്തടത്ത് കൂടെ വരുന്ന വഴിക്ക് അവിടെ അങ്ങനെ കുതിര റൈഡിങ് ഹോഴ്സ് റൈഡിങ് പഠിപ്പിക്കുന്നൊരു സ്പോട്ടുണ്ട്. അപ്പോൾ അവിടേക്കൊന്ന് പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ പാമ്പാണ് ചേരയാണോ എന്ന് അറിയില്ല, ചേര തോന്നുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല കേട്ടോ. പിന്നെ അവിടെ ആൾക്കാരുണ്ടായിരുന്നില്ല, അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പിന്നെ പറഞ്ഞു പാമ്പിനൊക്കെ കണ്ട കാരണം ഞങ്ങൾ പിന്നെ റൈഡിങ്ങിന് നിന്നില്ല, തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.